അപർണയുടെ മുഖത്തുള്ള ആ ഒരു കളറും ആ ഒരു ഗ്ലോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നക്ഷത്രം നാണിച്ച് തല കുനിച്ച് നിൽക്കും. എന്താ പ്രശ്നം? Or trying to repair your skin without fixing your skin barrier, it's just not gonna happen. But you know what? I don't believe in quitting. Our skin is resilient, okay? എന്നിട്ട് This has CeraHymino, so skin feels hydrated all day long and more plump and radiant. And it's super lightweight, so day long and more CeraHymino, so skin feels. നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ആ വീഡിയോയിൽ എന്താ നിങ്ങൾ കണ്ടത്? അവരുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപർണ തോമസ് ഫുൾ മേക്കപ്പ് ആ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. അവരുടെ മുഖത്ത് ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് പോലെ മേക്കപ്പ് കംപ്ലീറ്റ്ലി ഇങ്ങനെ തേച്ച് വെച്ചിട്ടാണ് ആ ക്രീം അത് അവരവരുടെ മുഖത്തേക്ക് തേച്ച് കാണിക്കുന്നത്. ഇതിപ്പം ഏതെങ്കിലും ഒരു ഡ്രസ്സോ ഇപ്പൊ മറ്റേതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിന്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഗൗൺ ഒക്കെ എടുത്തിട്ടിട്ട് ആ ഗൗണിന്റെ പ്രൊമോഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് അപർണ തോമസ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ബ്രാൻഡ് ചെയ്യുകയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ആ ക്രീമിനെ ആ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുകയാണ്. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് ഇൻഡയറക്ട്ലി പുഷ് ചെയ്യാണ്. പുള്ളിക്കാരത്തിയുടെ റോ ആയിട്ടുള്ള സ്കിന്നിലേക്കാണോ അപ്ലൈ ചെയ്തത്? ഒരിക്കലും അല്ല. പുള്ളിക്കാരത്തിയുടെ സ്കിന്നിലേക്ക് ഈ കാണുന്ന പ്രൊമോഷന് കൊടുക്കുന്ന ഒരൊറ്റ ക്രീമുകളും ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നില്ല. അവരുടെ മുഖത്ത് പ്രൈമർ ഉൾപ്പെടെ സകല മേക്കപ്പ് പ്രോഡക്ട്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതല്ല ഉദ്ദേശം. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ആൻഡ് ഫൈനലി അവരുടെ ഹൈലൈറ്റർ പോലും അവരുടെ മൂക്കിന്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ക്രീം താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ക്രീം ആരെങ്കിലും ഒക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിക്കൊന്നുമില്ല. എനിക്ക് ഇതിനുള്ള പേയ്മെന്റ് ഓൾറെഡി എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് അപർണയുടെ സ്കിന്നില് അതൊട്ടും സ്യൂട്ട് ആവില്ല എന്ന് അപർണയ്ക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ലെയർ ഓഫ് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊമോഷൻ നടത്തുന്ന ഈ ഒരു ക്രീം എടുത്ത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഫുൾ പുട്ടിയടിച്ച മുഖത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് തേച്ച് കാണിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കറി ബ്ലോക്ക് ആയതാ. സമാധാനമായല്ലോ, അനുഭവിച്ചു. അപർണയുടെ മുഖത്തുള്ള ആ ഒരു കളറും ആ ഒരു ഗ്ലോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നക്ഷത്രം നാണിച്ച് തല കുനിച്ച് നിൽക്കും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്റെ സ്കിന്നെ നശിപ്പിക്കാൻ ഞാൻ നിൽക്കില്ല എന്നുള്ള പേരില് അത്രയും ലെയർ ഓഫ് മേക്കപ്പ് പുള്ളിക്കാരത്തെ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. തീർത്തു തരാം. ഞാൻ പോകുന്നു. ബൈ ബൈ.